വാർത്താസന്ധ്യയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തി. ലൈംഗിക ആരോപണ വിവാദങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത രാഹുലിന് പ്രത്യേക ബ്ലോക്കിലായിരുന്നു സീറ്റ്. ആദ്യ ദിനം സമ്മേളനം അവസാനിക്കും മുൻപ് സഭ വിട്ട രാഹുൽ MLA ഹോസ്റ്റലിലേക്ക് പോയി. വിവാദങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ രാഹുൽ തയ്യാറായില്ല. നാളെ മുതൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. പാലക്കാട് വമ്പൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചതിനു പിന്നാലെ താരമായാണ് കഴിഞ്ഞ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയത്. ലൈംഗികാരോപണ വിവാദങ്ങളിൽ പാർട്ടി കൈവിട്ട രാഹുലിന്റെ രണ്ടാം വരവ് മാധ്യമങ്ങളുടെ കണ്ണുവെട്ടിച്ചായിരുന്നു. 9 മണിക്ക് സഭാ സമ്മേളനം ആരംഭിച്ചു. 18 മിനിറ്റ് കഴിഞ്ഞപ്പോൾ യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റിനൊപ്പം ഇന്നോവയിൽ രാഹുൽ നിയമസഭാ കവാടം കടന്നു. സഭയ്ക്കുള്ളിൽ രാഹുലിന് മുൻപ് PV അൻവർ ഇരുന്ന സീറ്റിൽ ഇരിപ്പിടം. പ്രതിപക്ഷനിരയുടെ ഏറ്റവും പിന്നിൽ പ്രത്യേക ബ്ലോക്ക്. രാഹുലിനോട് സംസാരിക്കാൻ കോൺഗ്രസ് അംഗങ്ങൾ തയ്യാറായില്ല. എന്നാൽ കുശലാന്വേഷണവുമായി ലീഗ് അംഗങ്ങൾ രാഹുലിനടുത്തെത്തി. സഭയിൽ ചരമോപചാര പ്രസംഗങ്ങൾ നടക്കുന്നതിനിടെ PAയുടെ കുറിപ്പ് രാഹുലിന് ലഭിച്ചു. രാഹുൽ മറുപടി കുറിപ്പും നൽകി. ഇതിനു പിന്നാലെ 10:31 രാഹുൽ സഭ വിട്ടിറങ്ങി. അഭ്യൂഹങ്ങൾക്കൊടുവിൽ 1 മണിക്കൂർ 14 മിനിറ്റ് സഭയിൽ ചെലവഴിച്ച് MLA ഹോസ്റ്റലിലേക്ക് മടക്കം. അവിടെ പ്രതിഷേധവുമായി SFI പ്രവർത്തകർ. മാധ്യമങ്ങളെ കണ്ട രാഹുൽ വിവാദ വിഷയങ്ങളിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. അത്തരം കാര്യങ്ങളെല്ലാം നിയമപരമായി രാഹുൽ തുടർച്ചയായി സഭയിൽ പങ്കെടുക്കുമെന്നാണ് സൂചന. 24 തിരുവനന്തപുരം. KPC നേതൃയോഗം നടക്കുന്ന ദിവസം തന്നെ നിയമസഭയിലെത്താനുള്ള രാഹുൽ മാങ്കൂട്ടത്തിലുള്ള തീരുമാനം നേതൃത്വത്തോടുള്ള വെല്ലുവിളിയെന്ന് സൂചന. ഗുരുതര ആരോപണങ്ങൾ നേരിടുന്നതിനാൽ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുതെന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് അവഗണിച്ചാണ് രാഹുൽ എത്തിയത്. MLA സഭയിൽ വരുന്നത് വിലക്കാനാകില്ലെന്നാണ് KPC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. ആരോപണ വിധേയനായ രാഹുൽ സഭയിൽ പങ്കെടുത്ത് സർക്കാരിനെതിരായ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കരുതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാട്. എന്നാൽ രാഹുലിനെ അനുകൂലിക്കുന്ന ഷാഫി പറമ്പിൽ MP അടക്കമുള്ളവർ ഇതിനോട് യോജിച്ചിരുന്നില്ല. അടുപ്പമുള്ള നേതാക്കളുമായി കൂടിയാലോചന നടത്തിയ ശേഷം പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ച് സഭയിലെത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിക്കുകയായിരുന്നു. KPCC ഭാരവാഹി യോഗം നടക്കുന്ന ദിവസം തന്നെയാണ് രാഹുൽ സഭാപ്രവേശനത്തിന് തിരഞ്ഞെടുത്തത് എന്നതും ശ്രദ്ധേയമാണ്. ആരോപണം വന്നപ്പോൾ തന്നെ MLA സ്ഥാനം രാജിവെക്കണമെന്ന നിലപാടെടുത്ത VD സതീശനുള്ള ശക്തമായ മറുപടിയായിട്ടാണ് കോൺഗ്രസ് നേതാക്കൾ ഇതിനെ കാണുന്നത്. MLA സ്ഥാനം രാജിവെക്കുന്നതിനോട് യോജിപ്പില്ലാതിരുന്ന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനും രാഹുൽ സഭയിലെത്തുന്നതിനോട് എതിർപ്പില്ലായിരുന്നു. MLAയോട് സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുതെന്ന് പറയാൻ ആവില്ലെന്നായിരുന്നു ന്യായീകരണം. നിയമസഭയിൽ അദ്ദേഹം ഒരു അംഗമാണ്. നിയമസഭയിൽ അദ്ദേഹത്തെ അംഗമാക്കി ജനങ്ങളാണ് തെരഞ്ഞെടുത്തത്. ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉണ്ടെങ്കിലും നിയമസംവിധാനത്തിന് മുന്നിൽ പരാതികളില്ല എന്നതാണ് രാഹുലിന്റെയും പിന്തുണയ്ക്കുന്ന നേതാക്കളുടെയും പിടിവള്ളി. പരാതിയില്ല എന്ന സാങ്കേതികത്വം കൊണ്ട് ഇവർ വെല്ലുവിളിക്കുന്നത് രാഷ്ട്രീയത്തിൽ പുലർത്തേണ്ട ധാർമ്മികതയാണെന്നാണ് മറുപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. പാർട്ടി തീരുമാനത്തെ ധിക്കരിച്ചിട്ടില്ലെന്നാണ് രാഹുലിന്റെ പ്രതികരണം. ഏതെങ്കിലും കാലത്ത് പാർട്ടി അനുകൂലമായതോ വ്യക്തിപരമായി പ്രതികൂലമായതോ തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തെ ധിക്കരിക്കുവാനോ ലംഘിക്കുവാനോ ഒരു കാലത്തും ശ്രമിച്ചിട്ടുള്ള ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകനല്ല ഞാൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭാ സമ്മേളനത്തിൽ പങ്കെടുത്തതിനോട് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചില്ല. ജില്ലാ പ്രസിഡന്റ് അനുഗമിച്ചു. ഇപ്പോൾ രാഹുലിനെ SFIക്കാർ തടയുന്നുണ്ട്. ഇപ്പോൾ രാഹുലിനെ SFIക്കാർ തടഞ്ഞു. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദവും നേതാക്കൾക്കെതിരായ സൈബർ ആക്രമണവും ചർച്ച ചെയ്ത് KPC നേതൃയോഗം. എന്നാൽ നേതൃയോഗത്തിൽ രാഹുൽ വിഷയത്തിൽ VD സതീശൻ മിണ്ടിയില്ല. സൈബർ ആക്രമണത്തിൽ പാർട്ടി ഡിജിറ്റൽ മീഡിയ സെല്ലിന് പങ്കുണ്ടോ എന്ന് VT ബൽറാമിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തും. തനിക്കെതിരായ സൈബർ ആക്രമണത്തിൽ VD സതീശൻ ഹൈക്കമാൻഡിന് പരാതിയും നൽകി. ഗുരുതര ആരോപണങ്ങൾ നേരിടുന്നതിനാൽ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുതെന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് അവഗണിച്ചാണ് രാഹുൽ എത്തിയത്. എന്നാൽ KPCC നേതൃയോഗത്തിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ വിഷയത്തിൽ മൗനം പാലിച്ചു. രാഹുൽ വിഷയത്തിലടക്കം പല നേതാക്കൾക്കും ക്ലാരിറ്റി ഇല്ലെന്ന നേതൃയോഗത്തിൽ വിമർശനമുയർന്നു. പ്രതിപക്ഷ നേതാവ് മാത്രം നിലപാട് ആവർത്തിച്ച് പറയുമ്പോൾ സംശയമുയരുമെന്ന് നേതാക്കൾ പറഞ്ഞു. പല നേതാക്കളും രാഹുലിനെതിരെ നിലപാട് പറയുന്നില്ല. സൈബർ ആക്രമണങ്ങൾക്ക് കാരണം നേതാക്കൾക്ക് വിഷയങ്ങളിലുള്ള ക്ലാരിറ്റി കുറവെന്നും അഭിപ്രായമുയർന്നു. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ രാഹുലിനൊപ്പം സഭയിലെത്തിയതും വിമർശനത്തിനിടയാക്കി. സൈബർ ആക്രമണത്തിൽ ശക്തമായ നടപടിക്കാണ് KPCC യോഗത്തിൽ നിർദ്ദേശം.
സൈബർ ആക്രമണത്തിൽ പാർട്ടി ഡിജിറ്റൽ മീഡിയ സെല്ലിന് പങ്കുണ്ടോ എന്ന VT ബൽറാമിന്റെ നേതൃത്വത്തിൽ പരിശോധിക്കും. സൈബർ ആക്രമണം പ്രോത്സാഹിപ്പിക്കുന്നവർ അത് അവസാനിപ്പിക്കണമെന്ന് K മുരളീധരൻ യോഗത്തിൽ പറഞ്ഞു. തനിക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിൽ പ്രതിപക്ഷ നേതാവ് ഹൈക്കമാൻഡിന് പരാതി നൽകി. MLA സഭയിൽ വരുന്നത് വിലക്കാനാകില്ലെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. വയനാട് ആത്മഹത്യകളും വിവാദങ്ങളും യോഗം ചർച്ച ചെയ്തു. NM വിജയന്റെ കുടുംബത്തിന് പരമാവധി സഹായം ചെയ്തുവെന്ന് വയനാട്ടിൽ നിന്നുള്ള നേതാക്കൾ അറിയിച്ചു. 24 തിരുവനന്തപുരം. നിയമസഭയിലെത്തിയതിന് പിന്നാലെ മണ്ഡലത്തിൽ സജീവമാകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. ശനിയാഴ്ച പാലക്കാട് എത്തി പരിപാടികളിൽ സജീവമാകാനാണ് ആലോചന. എന്നാൽ പരിപാടികളിൽ പങ്കെടുക്കാൻ രാഹുലിനെ അനുവദിക്കില്ല എന്നാണ് ഡിവൈഎഫ്ഐയുടെയും BJPയുടെയും നിലപാട്. നിയമസഭാ സമ്മേളന കാലയളവിൽ തന്നെ മണ്ഡലത്തിലെത്തി സജീവമാകാനാണ് രാഹുലിന്റെയും കൂടെയുള്ളവരുടെയും തയ്യാറെടുപ്പ്. ആദ്യഘട്ടത്തിൽ പൊതുപരിപാടികളിൽ പങ്കെടുത്തേക്കില്ല. വിവാദങ്ങൾ ഉയർന്നു വന്നതിന് പിന്നാലെ ശനിയാഴ്ച ആദ്യമായി രാഹുൽ പാലക്കാട് എത്തിയേക്കും. പൊതുപരിപാടികളിൽ രാഹുൽ പങ്കെടുക്കുന്നത് തടയുമെന്ന് ഡിവൈഎഫ്ഐ. എന്തടിസ്ഥാനത്തിലാണ് രാഹുൽ ഒരു MLA ആയി തുടരാൻ വേണ്ടി കഴിയുക? അയാൾ പാലക്കാട്ടേക്ക് വരിക എന്ന് പറഞ്ഞാൽ പാലക്കാട്ടെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇവിടെ സോഷ്യൽ മീഡിയയിൽ മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്ന രാഹുലിന് സമരം എന്താണ് എന്നുള്ളത് അറിയാൻ ഈ പാലക്കാട്ടേക്ക് വന്നാൽ ഡിവൈഎഫ്ഐയുടെ സമരത്തിന്റെ ചൂടും ചൂരും എന്താണെന്നുള്ളത് രാഹുൽ അറിയും. രാഹുലിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുമെന്ന് BJPയും വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന തരത്തിൽ പങ്കെടുക്കുന്ന ഔദ്യോഗിക പരിപാടികളിൽ പാലക്കാട് പരിപാടികളിൽ പങ്കെടുക്കുന്ന സമയത്ത് BJPയുടെ ഭാഗത്തുനിന്ന് അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. രാഹുൽ പൊതുപരിപാടികളിൽ സജീവമാകുന്നതിൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനും എതിർപ്പുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ, 24 പാലക്കാട്. 15ാം കേരള നിയമസഭയുടെ 14ാം യോഗത്തിന് ആദ്യ ദിനം ചരമോപചാരം നടത്തി അർപ്പിച്ച് പിരിഞ്ഞു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, മുൻ സ്പീക്കർ PP തങ്കച്ചൻ, പീരുമേട് MLA വാഴൂർ സോമൻ എന്നിവർക്ക് സഭ ആദരമർപ്പിച്ചു. രാഷ്ട്രീയത്തിൽ നികത്താനാകാത്ത നഷ്ടമാണ് 3 പേരുടെയും വിയോഗം എന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, വിവിധ കക്ഷി നേതാക്കൾ എന്നിവർ നേതാക്കളെ അനുസ്മരിച്ച് സംസാരിച്ചു. 12 ദിവസമാണ് നിയമസഭ ചേരുക. ആകെ 13 ബില്ലുകൾ സഭയുടെ പരിഗണനയ്ക്ക് എത്തുന്നുണ്ട്. വിവാദ വ്യവസ്ഥകൾ ഭാഗികമായി സ്റ്റേ ചെയ്ത് വഖഫ് നിയമ ഭേദഗതിയിൽ നിർണായക ഉത്തരവുമായി സുപ്രീംകോടതി. വഖഫ് യോഗ്യതയ്ക്ക് 5 വർഷമെങ്കിലും മുസ്ലിം ആയിരിക്കണം എന്നതുൾപ്പെടെയുള്ള വ്യവസ്ഥകൾക്കാണ് സ്റ്റേ. സുപ്രീംകോടതി വിധിയെ ഹർജിക്കാർ സ്വാഗതം ചെയ്തു. മൗലികാവകാശം ഉറപ്പാക്കുന്ന വിധി എന്നാണ് മുസ്ലിം ലീഗിന്റെ പ്രതികരണം. നിയമം പൂർണ്ണമായി സ്റ്റേ ചെയ്യുന്നത് അപൂർവമായ സാഹചര്യങ്ങളിൽ മാത്രമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇടക്കാല ഉത്തരവ്. വഖഫ് സമർപ്പണത്തിന് ഒരാൾ 5 വർഷമായി ഇസ്ലാം മതം ആചരിക്കുന്ന വ്യക്തിയായിരിക്കണമെന്ന വ്യവസ്ഥയ്ക്ക് ആരാണ് ഇസ്ലാം മത വിശ്വാസിയെന്ന് നിയമപരമായി തീരുമാനിക്കുന്നത് വരെയാണ് സ്റ്റേ. വഖഫ് ഭൂമിയിലെ തർക്കം പരിഹരിക്കാൻ സർക്കാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്ന നോട്ടിഫിക്കേഷൻ റദ്ദാക്കി. അന്വേഷണ സമയത്ത് ഭൂമി വഖഫ് അല്ലാതാകുമെന്ന വ്യവസ്ഥ സ്റ്റേ ചെയ്തു. തർക്കത്തിലുള്ള സ്വത്ത് അന്തിമ തീരുമാനം വരെ വഖഫായി തുടരും. വഖഫ് ബോർഡിൽ അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്താമെന്ന ഭേദഗതി സ്റ്റേ ചെയ്തില്ല. എന്നാൽ കേന്ദ്ര സംസ്ഥാന വഖഫ് സംവിധാനത്തിലെ അമുസ്ലിങ്ങളുടെ എണ്ണം 4ഉം 3ഉമായി നിജപ്പെടുത്തി. മൗലികാവകാശം ഉറപ്പാക്കുന്ന വിധിയെന്ന് മുസ്ലിം ലീഗിന്റെ പ്രതികരണം. വിവിധ വിശ്വാസികൾ കഴിയുന്ന ഒരു രാജ്യത്ത് എല്ലാവരുടെയും ഫണ്ടമെന്റൽ റൈറ്റ്, അവർക്കൊക്കെ മതേതര സ്വഭാവത്തിലുള്ള ഒരു അവകാശം വകവെച്ച് കിട്ടുക എന്ന മൗലികാവകാശം അത് ഉയർത്തിപ്പിടിക്കുന്ന വിധിയാണ്. കോൺഗ്രസും CPIM-ഉം വിധിയെ സ്വാഗതം ചെയ്തു. വഖഫ് നിയമത്തിലെ വകുപ്പുകളുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യുന്ന മുഖ്യ വിഷയം സുപ്രീംകോടതി പിന്നീട് പരിഗണിക്കും. 24 ഡൽഹി. ബീഹാർ മാതൃകയിൽ കേരളത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് തയ്യാറെടുക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ആഹ്വാനം. കേരളത്തിൽ SIR നടപ്പിലാക്കുന്ന തീയതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. അതേസമയം രാജ്യവ്യാപകമായി വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത് എങ്ങനെ തടയാനാകും എന്ന് ചോദിക്കുകയാണ് സുപ്രീം കോടതി. സംസ്ഥാനത്ത് ഏറ്റവും ഒടുവിൽ SIR നടപ്പിലാക്കിയത് 2002-ലാണ്. 2002 പ്രസിദ്ധീകരിച്ച SIR പട്ടികയിലും നിലവിലെ വോട്ടർ പട്ടികയിലും പേരുണ്ടോ എന്ന് ജനങ്ങൾ പരിശോധിക്കണം. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പോർട്ടലിൽ വോട്ടർ പട്ടിക പരിശോധിക്കാനുള്ള നിർദ്ദേശങ്ങൾ കമ്മീഷൻ പുറത്തിറക്കി. മണ്ഡല പുനർനിർണയത്തെ തുടർന്ന് വ്യത്യാസങ്ങൾ ഉണ്ടായതാണോ എന്നറിയാൻ സമീപത്തെ പോളിംഗ് സ്റ്റേഷനുകളിലും പരിശോധന നടത്തണം. എന്നിട്ടും പേര് കണ്ടെത്താനായില്ല എങ്കിൽ സെപ്റ്റംബർ 22 ശേഷം ബൂത്ത് ലെവൽ ഓഫീസർമാരെ ബന്ധപ്പെടണമെന്നാണ് നിർദ്ദേശം. ആധാർ ഉൾപ്പെടെയുള്ള 11 തിരിച്ചറിയൽ രേഖകളിൽ 1 തയ്യാറാക്കി വെക്കാനും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലെ SIR സമയക്രമം പിന്നാലെ പ്രഖ്യാപിക്കും. കേരളത്തിൽ ബീഹാറിൽ നടത്തിയതുപോലെ SIR നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നു.
സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ തീരുമാനത്തിന് മുമ്പ് 20-ന് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേരാൻ ഇരിക്കെയാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ പ്രഖ്യാപനം. ബീഹാർ മാതൃകയിൽ രാജ്യവ്യാപകമായി വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത് എങ്ങനെ തടയാനാകുമെന്ന് സുപ്രീം കോടതി ചോദിച്ചു. സംസ്ഥാനങ്ങൾക്ക് പരാതിയുണ്ടെങ്കിൽ പരിഗണിക്കാമെന്നും കോടതി പറഞ്ഞു. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. മുടങ്ങിയ ഇന്ത്യ-US വ്യാപാര കരാർ ചർച്ചകൾ നാളെ വീണ്ടും തുടങ്ങും. ഉഭയകക്ഷി ചർച്ചകൾക്കായി US വ്യാപാര പ്രതിനിധി ഇന്ന് ഇന്ത്യയിലെത്തും. ഒക്ടോബർ-നവംബർ മാസത്തോടെ കരാറിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. കാർഷിക ക്ഷീരമേഖലകൾ തുറക്കണമെന്ന US ആവശ്യത്തിൽ ഇന്ത്യ എതിർപ്പറിയിച്ചതോടെയാണ് മാർച്ചിൽ തുടങ്ങിയ ഇടക്കാല വ്യാപാര കരാർ ചർച്ചകൾ നീണ്ടത്. ട്രംപിന്റെ അധിക തീരുവ പ്രഖ്യാപനം കൂടി വന്നതോടെ ചർച്ചകൾ മുടങ്ങി. വലിയൊരു വിഭാഗം ആളുകളുടെ ഉപജീവന മാർഗമായതുകൊണ്ട് തന്നെ ഈ രണ്ട് മേഖലകൾ തുറക്കണമെന്ന US ആവശ്യം ഇന്ത്യ അംഗീകരിച്ചിരുന്നില്ല. തെക്കൻ മധ്യേഷ്യൻ രാജ്യങ്ങളുടെ ചുമതലയുള്ള മധ്യസ്ഥൻ ബ്രണ്ടൻ ലിഞ്ച് വാണിജ്യ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് അഗർവാളുമായാണ് കൂടിക്കാഴ്ച നടത്തുക. റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ അധിക തീരുവ ഏർപ്പെടുത്തിയതിന് പിന്നാലെ ഇന്ത്യ-US ബന്ധം വഷളായിരുന്നു. ചൈനയും യൂറോപ്യൻ രാജ്യങ്ങളുമായും പുതിയ വ്യാപാര വഴികൾ ഇന്ത്യ തേടുകയും ചെയ്തതോടെ US ഇന്ത്യക്ക് മേലുള്ള നിലപാട് മയപ്പെടുത്തിയിരുന്നു. ഇന്ത്യ അടുത്ത സുഹൃത്താണെന്നും ചർച്ചകൾ തുടരുമെന്നുമുള്ള ട്രംപിന്റെ പ്രസ്താവനയെ മോദിയും സ്വാഗതം ചെയ്തു. പിന്നാലെയാണ് വ്യാപാര ചർച്ചകൾക്ക് വഴി തുറന്നത്. 24 ഡൽഹി. തൃശൂർ വടക്കാഞ്ചേരിയിൽ KSU നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ നടപടി. വടക്കാഞ്ചേരി SHO UK ഷാജഹാനെ സ്ഥലം മാറ്റി. അടിയന്തരമായി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ റിപ്പോർട്ട് ചെയ്യാനാണ് നിർദ്ദേശം. ഷാജഹാനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് ഷാഫി പറമ്പിൽ MP ആവശ്യപ്പെട്ടു. SFI പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ പ്രതികളായ KSU നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലം മാറ്റം. മുഖംമൂടി ധരിപ്പിച്ച് KSU നേതാക്കളെ കോടതിയിൽ ഹാജരാക്കിയ നടപടിയിൽ CIക്ക് വീഴ്ച പറ്റിയെന്നാണ് റിപ്പോർട്ട്. ഷാജഹാനെ അടിയന്തരമായി പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഷാജഹാനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് ഷാഫി പറമ്പിൽ MP ആവശ്യപ്പെട്ടു. ജയിലിൽ കഴിയുന്ന KSU പ്രവർത്തകരെ സന്ദർശിച്ച ശേഷമായിരുന്നു പ്രതികരണം. ഈ പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ പിന്തുണ ഇല്ലെങ്കിൽ CPMന്റെ പൊളിറ്റിക്കൽ ഡയറക്ഷൻസ് അനുസരിച്ചിട്ടല്ല ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് പറയാൻ അവർക്ക് പറ്റുമെങ്കിൽ അയാളെ പിരിച്ചുവിടുകയാണ് വേണ്ടത്, അല്ലാതെ സ്ഥലം മാറ്റി ഓമനിക്കുകയല്ല വേണ്ടത്. SHOയ്ക്കെതിരെ പ്രതിഷേധം ശക്തമായി തുടരാൻ തന്നെയാണ് KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും തീരുമാനം. 24 തൃശൂർ. തിരുവനന്തപുരം പേരൂർക്കട വ്യാജമോഷണ കേസിൽ പോലീസിന്റെ ക്രൂരതയ്ക്കിരയായ ബിന്ദു 1 കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചു. ബിന്ദുവിന്റെ അപേക്ഷയിൽ മനുഷ്യാവകാശ കമ്മീഷൻ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി, തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവി എന്നിവരുടെ പ്രതികരണം തേടി. ആരോപണവിധേയരായ SI പ്രദീപും ASI പ്രസന്നകുമാറും രേഖാമൂലം മറുപടി നൽകണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. അതേസമയം വിതുര MGM പുൻമുടിവാലി സ്കൂളിൽ പ്യൂണായി ബിന്ദു ജോലിയിൽ പ്രവേശിച്ചു. ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ പാളികളിൽ സ്വർണം പൂശിയ റിപ്പോർട്ടിൽ അവ്യക്തത ഹൈക്കോടതി. 2009-19 വർഷങ്ങളിൽ സ്വർണം പൊതിഞ്ഞ വിവരങ്ങൾ മഹസറിലില്ലാത്തതാണ് കോടതി ചോദ്യം ചെയ്തത്. നിലവിലെ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണി നടത്തി ഉടൻ തിരികെത്തിക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. ചെന്നൈയിൽ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ തിരികെ എത്തിക്കാൻ ഹൈക്കോടതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പാളികൾ ഉരുക്കിയതിനാൽ തിരികെ എത്തിക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്ന ദേവസ്വം ബോർഡിന്റെ വാദം കോടതി ഇന്ന് അംഗീകരിച്ചു. എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തിയാക്കി സന്നിധാനത്തേക്ക് എത്തിക്കാനും നിർദ്ദേശം നൽകി. ഇതിനിടയിലാണ് ദ്വാരപാലക പാളികളിലെ സ്വർണം സംബന്ധിച്ച ഹാജരാക്കിയ രേഖകളിൽ അവ്യക്തതയുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞത്. 2009-2019 വർഷങ്ങളിൽ ദ്വാരപാലക പാളികളിൽ ഉപയോഗിച്ച സ്വർണത്തിന്റെ തൂക്കമടക്കം കോടതിയെ വീണ്ടും ധരിപ്പിക്കാനാണ് നിർദ്ദേശം. സ്ട്രോങ് റൂമിലിരിക്കുന്ന 2 ദ്വാരപാലക പാളികൾ കൂടി ചീഫ് സെക്യൂരിറ്റി ഓഫീസർ വീണ്ടും പരിശോധിക്കും. ശബരിമല ചീഫ് സെക്യൂരിറ്റി ഓഫീസറും സ്മാർട്ട് ക്രിയേഷൻസിന്റെ മാനേജറും ഇന്ന് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായിരുന്നു. ഹർജി അടുത്ത ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. 24 കൊച്ചി. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ശബരിമലയിൽ വെർച്വൽ ക്യൂ സ്ലോട്ടുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന കടുത്ത നിയന്ത്രണത്തിൽ ഇളവ്. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് വെർച്വൽ ക്യൂ സ്ലോട്ടുകൾ ദേവസ്വം ബോർഡ് വീണ്ടും തുറന്നത്. 24 ഇംപാക്ട്. മാസപൂജയ്ക്കായി ഈ മാസം 16 മുതൽ 21 വരെയാണ് ശബരിമല നട തുറക്കുന്നത്. ഈ ദിവസങ്ങളിൽ സാധാരണ 50,000 വരെയാണ് വെർച്വൽ ക്യൂ സ്ലോട്ടുകൾ അനുവദിക്കുക. എന്നാൽ അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ 19, 20 തീയതികളിലെ ബുക്കിംഗ് ദേവസ്വം ബോർഡ് ബ്ലോക്ക് ചെയ്യുകയായിരുന്നു. 24 വാർത്തയ്ക്ക് പിന്നാലെ വെർച്വൽ ക്യൂ സ്ലോട്ടുകളിൽ ദേവസ്വം ബോർഡ് ഇളവ് വരുത്തി. 19, 20 തീയതികളിലെ നിയന്ത്രണമാണ് ഭാഗികമായി മാറ്റിയത്. ഈ 2 ദിവസങ്ങളിലും നിലവിൽ 20,000-ഓളം പേർക്കാണ് ബുക്കിംഗ് അനുവദിച്ചത്.
അയ്യപ്പ സംഗമ ദിവസത്തെ നിയന്ത്രണത്തിന് പിന്നിൽ സംഗമത്തിനെത്തുന്ന VIP പ്രതിനിധികൾക്ക് ദർശനം അനുവദിക്കാനാണ് എന്നാണ് ആക്ഷേപം. 24 തിരുവനന്തപുരം. മന്ത്രിമാരുടെയും MLA-മാരുടെയും ശമ്പളവും ആനുകൂല്യവും വർദ്ധിപ്പിക്കുന്ന വിലക്കി മുഖ്യമന്ത്രി. ശനിയാഴ്ച ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ വിഷയം അജണ്ടയായെങ്കിലും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി നടപടി. ഇതോടെ ഈ സർക്കാരിന്റെ കാലത്ത് മന്ത്രിമാരുടെയും MLA-മാരുടെയും ശമ്പളം വർദ്ധിപ്പിക്കില്ലെന്ന് ഉറപ്പായി. 24 എക്സ്ക്ലൂസീവ്. മന്ത്രിമാരുടെയും MLA-മാരുടെയും ശമ്പളം വർദ്ധിപ്പിക്കണമെങ്കിൽ നിയമസഭയിൽ പ്രത്യേക ബില്ല് പാസാക്കേണ്ടതുണ്ട്. ഇത്തവണത്തെ സഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട ബില്ലുകൾ പരിഗണിച്ച ശനിയാഴ്ചത്തെ പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ ജനപ്രതിനിധികളുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്ന ബില്ലും അജണ്ടയായിരുന്നു. എന്നാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്ന കാലത്ത് ശമ്പളം വർദ്ധിപ്പിക്കുന്നത് ഗുണകരമാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ബില്ല് മാറ്റിവെക്കാൻ നിർദ്ദേശം നൽകി. ശമ്പള വർധന സംബന്ധിച്ച ബിൽ കൊണ്ടുവരുന്നതിനോട് യോജിക്കുമെന്ന് പ്രതിപക്ഷം സ്പീക്കറെ അറിയിച്ചിരുന്നു. രാഷ്ട്രീയ വിഷയങ്ങൾ പോരടിക്കുന്നതിനിടയിൽ ശമ്പളം കൂട്ടുന്ന കാര്യത്തിൽ മാത്രം പ്രതിപക്ഷത്തോട് കൈകോർത്താൽ അത് ജനങ്ങൾ സ്വീകരിക്കില്ലെന്ന ആശങ്കയും തീരുമാനം മാറ്റിവെക്കാൻ മുഖ്യമന്ത്രിക്ക് പ്രേരണയായിട്ടുണ്ട്. സഭയുടെ നടപ്പ് സമ്മേളനത്തിലും ബില്ല് കൊണ്ടുവരാത്തതിനാൽ ശമ്പള വർധനവിൽ ഉടൻ തീരുമാനമുണ്ടാകാൻ ഇടയില്ല. ഇനി ഇടക്കാല ബജറ്റ് സമ്മേളനം മാത്രമാണ് അവശേഷിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നടക്കാൻ പോകുന്ന ആ സമ്മേളനത്തിലും MLA-മാരുടെയും മന്ത്രിമാരുടെയും ശമ്പള വർധനവ് പരിഗണിക്കാൻ ഇടയില്ല. അതുകൊണ്ട് തന്നെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ശമ്പള വർധനവ് ഉണ്ടാകില്ലെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ഇതിനു മുമ്പ് 2018 സംസ്ഥാനത്തെ മന്ത്രിമാരുടെയും MLA-മാരുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് R. ശ്രീജിത്ത്, 24. മിൽമ പാലിന് വില കൂടില്ല. GST കുറയ്ക്കുന്ന ഘട്ടത്തിൽ പാലിന് വില കൂട്ടുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാണ് യോഗത്തിലെ വിലയിരുത്തൽ. 2026 ജനുവരി മാസത്തോടെ വിലവർധന നടപ്പാക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണമെന്നാണ് കമ്മിറ്റി തീരുമാനിച്ചതെന്ന് ചെയർമാൻ KS മണി പറഞ്ഞു. പാൽ വില 5 രൂപ വരെയെങ്കിലും കൂട്ടണമെന്നതായിരുന്നു പൊതുവായ ആവശ്യം. GST സ്ലാബുകളിൽ മാറ്റം വരുന്ന ഘട്ടത്തിൽ പാൽവില കൂട്ടേണ്ടെന്ന് ബോർഡ് തീരുമാനമെടുത്തു. എറണാകുളം മേഖലാ യൂണിയന്റെ എതിർപ്പ് തള്ളിയാണ് പാൽവില കൂട്ടാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയത്. ഇപ്പോൾ GST ഇപ്പോൾ കുറവ് വരുത്തി കൊടുക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെ പാലിന് വില കൂട്ടുന്നത് അത് കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ വലിയ ഒരു അഭിപ്രായ ഭിന്നതയുണ്ടാകും. അതുകൊണ്ട് നമ്മൾ അല്പസമയം കഴിഞ്ഞ് അതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും ഉചിതം എന്നാണ് ആ കമ്മിറ്റിയുടെ ശുപാർശ വന്നിട്ടുള്ളത്. തീരുമാനത്തിൽ പ്രതിഷേധിച്ച് യോഗത്തിൽ നിന്ന് എറണാകുളം മേഖലാ യൂണിയൻ ഇറങ്ങിപ്പോയി. കഴിഞ്ഞ 3 ബോർഡ് യോഗങ്ങളായിട്ട് പാൽവില വർധനവ് ചർച്ച ചെയ്യുമ്പോൾ അതിന് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം, റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കാം എന്ന് പറയുന്നതല്ലാതെ ഇത് നടപ്പാക്കാനായിട്ടുള്ള ഒരു ശ്രമം ചെയർമാൻ്റെയും മറ്റ് ആളുകളുടെയും ഭാഗത്ത് നിന്ന് കാണാത്തതുകൊണ്ട് ഞങ്ങൾ എറണാകുളം മേഖലാ യൂണിയനിലുള്ള പ്രതിനിധികൾ ഞങ്ങൾ 4 പേരും ഇന്നത്തെ യോഗം പാൽവില വർധനവിൻ്റെ ചർച്ച കഴിഞ്ഞപ്പോൾ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോരുകയുണ്ടായി. സാധാരണക്കാർക്ക് ആശ്വാസം നൽകുന്നതാണ് പുതിയ തീരുമാനം. 24 തിരുവനന്തപുരം. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് വീണ്ടും ലഹരിയേർ 8 കെട്ട് ബീഡിയാണ് എറിഞ്ഞു കൊടുത്തത്. ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ശനിയാഴ്ച രാത്രിയാണ് സംഭവം നടന്നത്. വിവരങ്ങളുമായി നിഖിൽ പ്രമേശ്വരൻ. നിഖിൽ, ഇങ്ങനെ പലതരത്തിലുള്ള ലഹരികൾ എത്തിച്ചു കൊടുക്കാൻ പ്രത്യേക സംഘം പ്രവർത്തിക്കുന്നു എന്ന തരത്തിൽ ചില സൂചനകളൊക്കെ നേരത്തെ വന്നിരുന്നു. ഈ 3 പേർ ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? ഇത് സ്ഥിരം പണിയാണ് അവിടെ, അല്ലേ? തീർച്ചയായും ഹാഷ്മി, കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ സംഭവം, ശനിയാഴ്ച രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 3 പേർ ഈ ജയിലിന്റെ കോമ്പൗണ്ട് മറികടന്നുകൊണ്ട് ഈ സെൻട്രൽ ജയിലിനകത്തേക്ക് ലഹരി, അതായത് 8 കെട്ട് ബീഡി എറിഞ്ഞു നൽകി. ഇപ്പോൾ ഗോവിന്ദച്ചാമിയുടെ സംഭവത്തിന് പിന്നാലെ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ പരിസരത്തെ രാത്രിയിലും മറ്റും വലിയ രീതിയിലുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. അവിടെ സുരക്ഷ ഇതിനോടൊപ്പം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഘം ഇത് എറിഞ്ഞു നൽകാൻ വന്നത് കണ്ട ഉടനെ തന്നെ ഉദ്യോഗസ്ഥർ ഇവരെ പിടികൂടാൻ ശ്രമിക്കുകയും ഇവർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. എന്തായാലും 3 പേർക്കെതിരെ ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ നിലവിലത്തെ സാഹചര്യത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചേർത്ത് വെക്കാനുള്ള ഒരു കാര്യം, കഴിഞ്ഞ മാസം ജയിലിലേക്ക് ലഹരി എറിഞ്ഞു കൊടുക്കുന്നതിനിടെ പിടിയിലായ പനങ്കാവ് സ്വദേശി അക്ഷയ്ക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാൾ കൂടി ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. ഈ സംഘത്തിലെ പ്രധാന കണ്ണിയായിട്ടുള്ള മജീഫാണ് പിടിയിലായിട്ടുള്ളത്. ഇയാൾ നിരവധി ലഹരി കേസുകളിലെ പ്രതിയാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും കൂടുതൽ പേർ ഇതിലുണ്ടോ എന്നത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇതിനോടൊപ്പം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. മുൻ തടവുകാരടങ്ങിയ സംഘമാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. ഓക്കെ, നിഖിലാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകി. നേരത്തെ ജയേഷ് എന്നൊരാൾ ആദ്യം ഒരാൾ പിടിയിലായിരുന്നു. ആ പിടിയിലായപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ഓടി രക്ഷപ്പെട്ടതിൽ ഒരാളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അവർ ഈ ലഹരി എറിഞ്ഞു കൊടുക്കുന്നതിൽ അഗ്രഗണ്യന്മാരാണെന്നാണ് പറയുന്നത്. അതിനിടയിൽ വെണ്ണലയിൽ നിന്ന് 25 ഗ്രാം MDMA പിടികൂടുന്ന വാർത്ത വരുന്നുണ്ട്. വെണ്ണലയിൽ നിന്ന് പിടികൂടിയത് 22-കാരനായ മനുവിന് ഡാൻസ് ഓഫ് യൂണിറ്റാണ് പിടികൂടിയത് എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. പോലീസ് അതിക്രമങ്ങളിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി. പുറത്തുവന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ, വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചു. പോലീസിന്റെ ഭാഗത്തുനിന്ന് തെറ്റായ ഒന്നും ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുന്നണി യോഗത്തിലാണ് വിശദീകരണം. വിവരങ്ങളുമായി ശ്രീ ചേർന്നു. ശ്രീത്ത്, ആവർത്തിച്ച എന്ന് പറഞ്ഞാൽ 1 അല്ല 2 അല്ല 3 അല്ല ആവർത്തിച്ച് ഓരോ ദിവസം ഓരോന്ന് എന്ന ഈ പോലീസ് അട്രോസിറ്റിയുടെ ബ്രൂട്ടാലിറ്റിയുടെ വാർത്തകൾ വരുമ്പോഴും
ഒറ്റപ്പെട്ട സംഭവം എന്ന പതിവ് മറുപടിയാണോ മുഖ്യമന്ത്രി പറയുന്നത്? ശ്രീത്, ഹാഷ്മി, ഇന്നത്തെ LDF യോഗത്തിൽ മുഖ്യമന്ത്രി സ്വമേധയാണ് പോലീസിനെതിരായ അതിക്രമങ്ങളെ പറ്റിയുള്ള വിശദീകരണം നടത്തിയത്. വളരെ സമയമെടുത്ത് തന്നെ മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ വിശദീകരിച്ചു. ഏതാണ്ട് 40 മിനിറ്റോളം സമയമെടുത്താണ് ഈ പോലീസുമായി ബന്ധപ്പെട്ടതും സർക്കാരുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളിലും മുഖ്യമന്ത്രി പ്രതികരണം നടത്തിയത്. പോലീസിനെ പറ്റി ഉയർന്നു വരുന്ന ആരോപണങ്ങൾ നേരത്തെ സംഭവിച്ച ചില കാര്യങ്ങളാണ്. അത്തരം പരാതികൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ കർശനമായ നടപടി സ്വീകരിച്ചു. എന്നാൽ ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന് മാത്രമേ ചൂണ്ടിക്കാണിക്കാൻ കഴിയൂ. ഇത് സംസ്ഥാനത്തിന്റെ സേനയിലാകെ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നത് അവാസ്തവമാണ്. ഇത്തരം കാര്യങ്ങളെ പർവ്വതീകരിച്ച് കാണിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലത്തും മറ്റും അത്തരം ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ചെറിയ വീഴ്ചകൾ പോലും ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധയും ഇടപെടലും ഉണ്ടാകുമെന്ന കാര്യം മുഖ്യമന്ത്രി മുന്നണി നേതൃത്വത്തിന്റെ യോഗത്തിൽ ഉറപ്പു നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഘടകകക്ഷികളും മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൽ തൃപ്തരാണ്. നിയമസഭാ സമ്മേളനം മറ്റും നടക്കുന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്വമേധയാ ഇത്തരമൊരു വിശദീകരണം പാർട്ടിക്കകത്ത് മുന്നണി യോഗത്തിനകത്ത് നൽകാൻ തയ്യാറായെന്ന് വേണം അനുമാനിക്കാൻ. മാത്രമല്ല CPIയുടെ സംസ്ഥാന സമ്മേളനത്തിലും മറ്റും പോലീസിനെതിരെ രൂക്ഷമായ വിമർശനം നേരിടുന്നു. ഈ പശ്ചാത്തലത്തിലാണ് മുന്നണി യോഗം വിളിച്ച് മുഖ്യമന്ത്രി തന്നെ പോലീസ് അധികൃതരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു വിശദീകരണം നടത്തുന്നത്. ശ്രീത്ത്, സഭയിൽ വരും ദിവസങ്ങളിൽ ഈ പോലീസ് അട്രോസിറ്റി പ്രതിപക്ഷം ഉറപ്പായും ഒരു ചർച്ചയായി അടിയന്തര പ്രമേയം അല്ലാതെയും ഒക്കെ ഉയർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല, തർക്കമില്ല. മുഖ്യമന്ത്രി സഭയിൽ അത് വിശദീകരിക്കുകയാണെങ്കിലും എന്താകും ആ വിശദീകരണം എന്നതിന്റെ ഒരു സാമ്പിൾ കൂടിയാണ് മുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി പറയുന്നത്, അല്ലേ ശ്രീത്? തീർച്ചയായും നിയമസഭയിൽ മുഖ്യമന്ത്രി സ്വീകരിക്കാൻ പോകുന്ന സമീപനം എന്താണെന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തമായിട്ട് വേണം മുന്നണി യോഗത്തിലെ ഈ വിശദീകരണത്തെ കാണാൻ. നാളെ തന്നെ സഭാതലത്തിൽ ഈ വിഷയം ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. കുന്നംകുളത്ത് പോലീസ് സ്റ്റേഷനിൽ ഈ യൂത്ത് കോൺഗ്രസ് നേതാവിനെ ക്രൂരമർദ്ദനമേറ്റതും ഒപ്പം PG ഡാം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായ അതിക്രമവും മറ്റ് സമാന സംഭവങ്ങളെ പറ്റി നിരവധി വിവരങ്ങൾ വന്നെങ്കിലും മുഖ്യമന്ത്രി ഇതുവരെ പൊതുജന മധ്യത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലോ ഒരു പ്രതികരണം ഇതിനെപ്പറ്റി നടത്തിയിരുന്നില്ല. ഇതാദ്യമായി മുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി വിശദീകരണം നടത്തുന്നു. അപ്പോൾ മുന്നണിയെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുക എന്നൊരു സമീപനം മുഖ്യമന്ത്രി സ്വീകരിക്കുന്നു. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് നാളെ മുഖ്യമന്ത്രി സഭയിൽ നൽകാൻ പോകുന്ന മറുപടിയും ഈ തോതിലുള്ളതായിരിക്കുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പിക്കാൻ കഴിയും. ഓക്കെ, ശ്രീത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി ഒരുപക്ഷെ നാളെ സഭയിൽ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളതിന്റെ സൂചനയെ LDF യോഗത്തിൽ മുഖ്യമന്ത്രി പറയുന്നതിനെ കാണാം. കുന്നംകുളത്തടക്കം പീച്ചിയിലടക്കം അതിനുശേഷം ഇങ്ങോട്ടേക്ക് വന്ന് ഓരോന്നോരോന്നായി വന്ന പോലീസിന്റെ അതിക്രൂര മർദ്ദനങ്ങളെക്കുറിച്ച് അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന പതിവ് രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. സഭയിലും അത് തന്നെ ആവാനാണ് സാധ്യത, ചാൻസ്. 24 സ്റ്റഡി അബ്രോഡ് കോഴിക്കോട് റീജിയണൽ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. 24 അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം ഉദ്ഘാടനം ചെയ്തു. എരഞ്ഞിപ്പാലത്തെ 24 ഫ്ലവേഴ്സ് കോംപ്ലക്സിലാണ് ഓഫീസ് പ്രവർത്തനം തുടങ്ങിയത്. ലോകമെമ്പാടുമുള്ള 1600-ലധികം പ്രമുഖ സർവകലാശാലകളുമായി അഫിലിയേഷൻ ഉണ്ടാക്കി 1,00,000-ലധികം കോഴ്സുകൾ 24 സ്റ്റഡി അബ്രോഡ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസം പ്രശസ്ത കലാശാലകളിൽ എന്നതാണ് 24 സ്റ്റഡി അബ്രോഡിന്റെ ലക്ഷ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.